ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതായെത്തിയിരിക്കുന്നു പ്രസൻസ്. ഇത് അമേരിക്കൻ മൂവിയാണ്. 2024 ഇറങ്ങിയ മൂവിയാണ് ആണ് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഡ്രാമ ഫിലിം. ഡയറക്ട് ചെയ്തിരിക്കുന്ന സ്റ്റീവൻ സോദർബർഗ്, എഴുതിയിരിക്കുന്നത് ഡേവിഡ് ക്രാബ്, അഭിനയിച്ചിരിക്കുന്നത് ലൂസി ലിu, Chris Sullivan and Helena Liang. നല്ല ഒരു മൂവി തന്നെയാണ് പ്രസൻസ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഡ്രാമ. അതൊരു കുറച്ചും കൂടി എന്താണ് നീളം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു പോയ ഒരു സിനിമയാണ് ഇത്. ആദ്യം കണ്ടപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിം ആക്കി കൂടെ, ഇതിന് ഇത്ര വലിയ വിളിച്ചിട്ടൊരു ഫിലിമാക്കിയെടുത്തു എന്ന് കുറച്ചു നേരം ചിന്തിച്ചു പോയി. ഒരു നിരാശനായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പക്ഷെ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തപ്പോൾ നല്ലൊരു പ്ലോട്ടാണ് മൂവിക്ക്. നല്ല പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീടന്വേഷിച്ച് വരുന്നു, ഒരു അപ്പനമ്മയും മകനും മകളും വീടന്വേഷിച്ച് വരുന്നു. ആ വീട്ടിലെ പഴയ കൂട്ടുകാരിയുടെ പ്രസൻസ് ഈ മകളുടെ ബാത്റൂമിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് അനുഭവപ്പെടുന്നു. കൂട്ടുകാരുടെ ഒരു പോസ്റ്റ് ബ്രദറാണ് പോസ്റ്റ് ചെയ്തത്, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ. അതൊക്കെയാണ് പിന്നെ വേറൊരു ബ്രദറിന്റെ കൂട്ടുകാരൻ വന്ന് കളയുന്നു. അങ്ങനെ ഇയാൾ ബ്രദറുമായിട്ട് ഹാങ് ചെയ്യാൻ വരുമ്പോൾ ഇവളെയും ഡ്രഗ് കൊടുത്ത് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു. അങ്ങനെ ഈ സൂപ്പർ നാച്ചുറൽ പവർ വന്നു ആ ബ്രദറിനെ ഉപയോഗിച്ച് ഇയാളെയും കൊന്നു പോകുന്നു. അതാണ് ഒരു പ്ലോട്ട്, ഒരു മൂവിയുടെ പ്ലോട്ട്. നല്ല ഒരു പ്ലോട്ട് തന്നെയാണ്. ആ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടി സിസ്റ്ററിനെ വിളിക്കുന്നത്. ഇവിടെ വീടിനുള്ളിൽ ഒരു പ്രസൻസ് അനുഭവപ്പെടുന്നത് മകൾക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് സത്യം ഡിസ്കസ് ചെയ്യുന്നു. അമ്മയാണെങ്കിൽ ഭയങ്കര ബിസി ലേഡിയാണ്, എപ്പോഴും ജോലിയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഒരു ലേഡിയാണ്. മറ്റേ അച്ഛനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് കൂടുതൽ സീരിയസ് ആയിട്ടൊക്കെ നടത്തുന്നത്. ബ്രദറാണെങ്കിൽ ഇതൊക്കെ വെറും ഷിഫ്റ്റാണ്, വെറും എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇറക്കമുള്ള എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ് ബ്രദർ. പക്ഷെ അവസാനം ഈ ബ്രദറും ഈ കൂട്ടുകാരനും കൂടി ജനല് പൊട്ടി താഴെ വീണ് മരിക്കുന്നു. ഇപ്പൊ മരണത്തിന് മുമ്പ് സിസ്റ്ററിലേക്ക് ഈ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതുകൊണ്ട് വിൻഡോയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൽകുമ്പോൾ അതിനെ തിരിച്ചറിയാനുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കൊരു വിൻഡോയാണ്, വിൻഡോ ഒരിക്കലും തുറക്കാറില്ല, തുറക്കാത്ത വിൻഡോ പൊട്ടി താഴെ വീണ് ചാകും. അതാണ് എൻ്റെ ഒരു പ്ലോട്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്ലോട്ടാണ്. എടുത്തിരിക്കുന്ന രീതി എന്തപ്പോൾ എന്തോ ഒരു മൊബൈലിലേക്ക് എടുത്തിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്ത പോലെ വലിയ പാച്ചലൊന്നുമില്ല. വീടിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ ചിലവൊന്നുമില്ല. ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അവര് വരുന്ന വണ്ടികളും കാര്യങ്ങളും, പിന്നെ ഇടയ്ക്ക് കുറെ ഷേക്കിംഗ് ഒക്കെ കാണിക്കാറുണ്ട്, മറിഞ്ഞു വരുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നശിപ്പിട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ ചിലവൊന്നും ഈ മൂവിക്ക് ഉണ്ടായിട്ടില്ല. ഇറക്കിയ പൈസ പൈസ മിക്കവാറും കിട്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു വലിയ ഒരു ഭാഷയെ പറഞ്ഞ US-ലാണ് അത് ആദ്യം റിലീസ് ചെയ്തത്. ജനുവരി 2025 അത് തന്നെ $10.5 മില്യൺ കിട്ടിയ മൂവിയാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് 2 മില്യൺ മാത്രമായിരുന്നുള്ളൂ. പക്ഷെ 10.5 മില്യൺ കളക്ട് ചെയ്യാൻ പറ്റി. ഇത് നല്ലൊരു ബിസിനസ് ട്രിക്ക് ആയിരിക്കാം. കാരണം അതിന്റെ പേര് ഡ്രാമ ത്രില്ലർ, എന്താണ് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഡ്രാമ ഫിലിം അതിന് കാറ്റഗറി പെടുന്നത് കൊണ്ടാണ് ആൾക്കാർ ത്രില്ലർ അടിക്കാൻ ത്രില്ലാൻ വേണ്ടി ഓടിക്കറിയതാണ്. പക്ഷെ ഇതിലെടുത്തിരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. വെച്ചാൽ ഗൗരവമുണ്ട്, പക്ഷെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ ഒരു ആക്ഷൻ അധികം ചെറുതായിട്ട് ഡോസ് അധികം കൂട്ടാതെ ഉള്ളൊരു
എന്താണ് അധികം മസാല ചേർക്കാതെ അധികം ഉണ്ടാക്കിയെടുക്കുന്നൊരു കറിയില്ല, അതേപോലെ ഇരിക്കും. അപ്പൊ പണ്ടൊക്കെ എന്തോ ഒരു ഷോർട്ട് ഫിലിം മാതൃകയെ പോലെ നമുക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഗൗരവത്തോടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കളർ ചേഞ്ചിങ്ങും അങ്ങനെ എല്ലാം നല്ല എഡിറ്റിങ് കാര്യങ്ങളും സീരിയസ് ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ വൺ ഹിറ്റാവേണ്ട ഒരു സിനിമ തന്നെ. ഇത് പക്ഷെ ഭയങ്കര എന്താണ് ഒരു ഡ്രാമ ഡ്രാമ പണിയൊന്നും എടുക്കാത്തൊരു മൂവി. ആദ്യം എടുത്ത് പിടിച്ച് തട്ടിക്കൂട്ടൽ മൂവി എന്നൊക്കെ പറയും. കേട്ട വലിയ കടമുണ്ട്. ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തേക്കുന്ന മൂവിയാണ്, വലിയ പൈസ ചെലവില്ലെന്ന് കണ്ടാൽ തന്നെ വരും. എന്നിട്ടും ഇത് ഇത്ര നല്ലത് 10.5 മില്യൺ അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ആവട്ടെ, അങ്ങനെയുള്ള ഒരു മൂവിയാണ് നിങ്ങൾക്ക് ഈ പ്രസൻസ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ ആകെ ഒരു വിഷമം ഉണ്ടാകുന്നത് പ്രസൻസ് തന്നെയാണ് നമ്മളെ ആപ്ഷൻ്റെ ആയിട്ട്. എന്നാലും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത് നാട്ടിലാക്കി പോയി കാണണം എന്ന് നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. താങ്ക് യു.